ജോലിയിൽ അവസരം ഉറപ്പാക്കാൻ സമരം ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമം നടത്തുകയാണ് പാലക്കാട് ജില്ലയിലെ LPSA റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ. ജില്ലയിലെ ഓരോ പ്രദേശങ്ങളിലും വീടുകൾ കയറിയിറങ്ങി കുട്ടികളെ സർക്കാർ വിദ്യാലയത്തിൽ ചേർക്കണമെന്ന് ആണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മുടെ LP സ്കൂള് അപ്പൊ അവിടെ നിന്ന് വരികയാണേ. അപ്പൊ 1ാം ക്ലാസ്സിലേക്ക് കുട്ടി എന്തായാലും അവിടെ തന്നെ ചേർത്താൻ പറയോ. അവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ ഉണ്ടല്ലോ. പിന്നെ 1ാം ക്ലാസ്സിലേക്ക് ചേരുന്ന കുട്ടികൾക്ക് സൈക്കിളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തുള്ള സ്കൂളും അല്ലേ, ഗവൺമെന്റ് സ്കൂളും അല്ലേ. വീണ്ടും ഒരു അധ്യയന വർഷം കൂടി എത്തുമ്പോൾ കുട്ടികളെ സർക്കാർ വിദ്യാലയത്തിൽ തന്നെ വിടണമെന്ന് വീടുകൾ കയറിയിറങ്ങി അഭ്യർത്ഥിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ഒരു കൂട്ടം LPSA റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. കുട്ടികൾ കുറയുമ്പോൾ ഡിവിഷനുകൾ ഇല്ലാതാവുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഉദ്യോഗാർത്ഥികൾ വ്യത്യസ്തമായ ആശയം നടപ്പാക്കുന്നത്. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ധാരാളമായിട്ട് വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പല അധ്യാപക തസ്തികകളും നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വേറെ മറ്റുള്ള തസ്തികൾ പോലെയല്ല നമ്മുടെ അധ്യാപക തസ്തിക, കുട്ടികളുണ്ടെങ്കിലേ അധ്യാപകരുള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള LPSA ലിസ്റ്റിൽ വെറും 50% താഴെ അഡ്വൈസ് മെമ്മോ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 50% ആൾക്കാർ ഇപ്പോഴും പുറത്താണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനായിട്ട് ഈ ഒരു സ്കൂൾ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ക്യാമ്പയിനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. 3 വർഷമാണ് LPSA ലിസ്റ്റിൻ്റെ കാലാവധി. 2022 വന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട പകുതി ആളുകൾക്ക് പോലും ജോലി കിട്ടിയിട്ടില്ലെന്ന് വിവരാവകാശ പ്രകാരം ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് സംഘത്തിലെ ഉദ്യോഗാർത്ഥികൾ. 2 മാസത്തിനുള്ളിൽ അന്തിമ പട്ടിക വരും. മുൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുണ്ടായ ദുരനുഭവം തങ്ങളും നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ സ്വന്തം നിലയിൽ കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഡിവിഷൻ നമ്മൾക്ക് ചേർത്താൻ കഴിയുമെങ്കിൽ അത്രയും ചേർത്തുക, പൊതുബോധം ഉണ്ടാക്കുക, ജനങ്ങളിൽ പൊതുവിദ്യാലയങ്ങളുടെ മേന്മകൾ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നൽകുന്ന സന്ദേശങ്ങൾ. അപ്പോൾ ഇത് ജനങ്ങളിൽ എത്തിക്കാനും കൂടി വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിനിങ് നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ കൂട്ടായ്മ അവർക്ക് വേണ്ട എല്ലാതര സഹായങ്ങളും നൽകുന്നുണ്ട്. അതുപോലെ അധ്യാപകരിൽ നിന്ന് നമുക്ക് നല്ല ഒരു ഇമ്പാക്റ്റാണ് കിട്ടുന്നത്. LPSA തസ്തികയിൽ ഒഴിവുകൾ നികത്തണമെങ്കിൽ സർക്കാർ സ്കൂളുകളിലേക്ക് ധാരാളം വിദ്യാർത്ഥികൾ എത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘങ്ങളായി ചെന്ന് പരമാവധി രക്ഷകർത്താക്കളെ നേരിൽ കാണുകയാണ് ഇവർ. ജനം, പാലക്കാട്.